യേശുവും ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 6-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ്. നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെ ആയിരിക്കും നിങ്ങളുടെ ഹൃദയം എന്ന് യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ്. അവിടുന്ന് ആവർത്തിക്കുന്നത് നിങ്ങളുടെ നിക്ഷേപങ്ങളൊന്നും ഭൂമിയിൽ കരുതി വെക്കരുതെന്നാണ്. നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർഗത്തിലായിരിക്കണം. എന്താണ് നിക്ഷേപം? എനിക്ക് എന്തെങ്കിലും നിക്ഷേപം ഉണ്ടെങ്കിൽ അത് എൻ്റെ സഹോദരനോട് പങ്കുവയ്ക്കാൻ ഞാൻ മറന്നുപോയ കാര്യങ്ങളായിരിക്കും ഞാൻ ഈ നിക്ഷേപിച്ച് വെച്ചിരിക്കുന്നത്. യേശുനാഥൻ നമ്മളോട് പഠിപ്പിക്കുന്നത് തന്നെ നമുക്കുള്ളത് പങ്കുവെക്കാനാണ്. അപ്പോൾ അങ്ങനെ ഞാൻ അപരനുമായി പങ്കുവയ്ക്കാത്ത എൻ്റെ സ്വകാര്യ സമ്പത്താണ് ഈ നിക്ഷേപം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ നിക്ഷേപങ്ങൾ ഈ ഭൂമിയിൽ കൂട്ടിവെക്കുമ്പോൾ ആ നിക്ഷേപങ്ങളിലായിരിക്കും എൻ്റെ ഹൃദയം. കാരണം ഈ നിക്ഷേപം നമ്മൾ കരുതി വെക്കുന്നത് പിന്നീട് ഉപയോഗിക്കാനാണ്, ഭാവിയെ സുരക്ഷിതമാക്കാനാണ്. പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ദൈവത്തോടാണ്. നമ്മുടെ ദൈവം നമ്മുടെ ഭാവിയെ ശോഭനമാക്കുന്നവനാണ് എന്ന് നമ്മൾ മറന്നു പോകുന്നതാണ്. നമ്മുടെ ജീവിതത്തിന് വേണ്ട കാര്യങ്ങൾ മാറ്റിവെക്കുന്നതിനെ കുറിച്ചല്ല, മറിച്ച് മറ്റുള്ള മനുഷ്യർക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ പങ്കുവെക്കാതെ അത് നിക്ഷേപമേ കരുതുന്നവരെ കുറിച്ചാണ് യേശുനാഥൻ പ്രത്യേകം പഠിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് സുവിശേഷം എഴുതപ്പെട്ട കാലഘട്ടത്തിൽ, മത്തായിയുടെയൊക്കെ സുവിശേഷം എഴുതപ്പെട്ട സമയത്ത് ക്രൈസ്തവർ ജീവിച്ചിരുന്നതെല്ലാം പങ്കുവെച്ച് ഒരുമയോടുകൂടിയാണ്. അതുകൊണ്ട് അവിടെ ഇപ്രകാരം എഴുതിയിരുന്നു, അവർക്കിടയിൽ ആരും ദരിദ്രരായി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ദാരിദ്ര്യം ഉണ്ടാകാതിരുന്നത് ഇവർ പങ്കുവെച്ചത് കൂടിയാണ്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ കൂടെ യേശുനാഥൻ പറയുന്നതിനെ നമ്മൾ കാണണം. കൃഷ്ണനാഥൻ അങ്ങനെ പറഞ്ഞതുകൊണ്ടും അവരങ്ങനെ ജീവിച്ചിരുന്നത് കൊണ്ടും അവരുടെ ജീവിതത്തിൽ ആർക്കും ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വന്നില്ല. അപ്പോൾ നിക്ഷേപമായി ഞാൻ കരുതി വെക്കുന്നത് എൻ്റെ സഹോദരൻ്റെ മേൽ ഞാൻ അടിച്ചേൽപ്പിക്കുന്ന ദാരിദ്ര്യം കൂടെയാണ്. അവന് വേണ്ടി ഞാൻ പങ്കുവെക്കാൻ മറന്നു പോകുന്നതാണ്. അപ്പോൾ ഇവിടെ ഞാൻ പങ്കുവെക്കുമ്പോൾ അപ്പോഴാണ് ഞാൻ സ്വർഗത്തിൽ നിക്ഷേപം കരുതുന്നത്. പങ്കുവെക്കുന്നത് എൻ്റെ സഹോദരനെ എനിക്കുള്ളത് ഞാൻ പങ്കുവെക്കുകയാണ്. എൻ്റെ സഹോദരനെ, എനിക്ക് ചുറ്റുമുള്ള മനുഷ്യരെ ഞാൻ എൻ്റെ സഹോദരനായി കാണുകയാണ്, എൻ്റെ ദൈവത്തിൻ്റെ മകനായി കാണുകയാണ്. അങ്ങനെ എൻ്റെ സഹോദരനെ ഞാൻ പങ്കുവെക്കുമ്പോൾ ഇവിടെയുള്ള നിക്ഷേപം തീരുകയും സ്വർഗത്തിൽ എൻ്റെ നിക്ഷേപം വർദ്ധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ സ്വർഗത്തിൽ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ ചെയ്യേണ്ട നന്മ എന്ന് പറയുന്നത് എനിക്കുള്ളത് എൻ്റെ സഹോദരനുമായി പങ്കുവെക്കുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ പങ്കുവെക്കുമ്പോൾ നമ്മുടെ ജീവിതം സന്തോഷപ്രദമാകും, എനിക്ക് ചുറ്റുമുള്ള മനുഷ്യരുടെയും ജീവിതം സന്തോഷപ്രദമാകും. ഇത് യേശുനാഥൻ വെറുതെ വാക്കുകളിൽ ഒതുക്കാൻ പറഞ്ഞതല്ല. ഇത് വളരെ വ്യക്തമായി ആദ്യകാലങ്ങളിൽ ശിഷ്യന്മാർ ജീവിക്കുകയും ഈ ലോകത്തിന് തന്നെ മാതൃക കാണിച്ചു കൊടുക്കുകയും ചെയ്ത കാര്യങ്ങളാണ്. യേശുനാഥൻ പറഞ്ഞ പല കാര്യങ്ങളും വചനത്തിൽ ഒതുങ്ങി നിൽക്കേണ്ടതല്ല, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്നതാണെന്ന് ഈ വചനം നമ്മെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വചനം ധ്യാനിക്കുമ്പോൾ എനിക്ക് ചുറ്റുമുള്ള മനുഷ്യരിൽ, സങ്കടപ്പെടുന്നവരിൽ, ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്കുള്ള സമ്പത്ത് ദാനം ചെയ്യാൻ, അല്ലെങ്കിൽ ഞാൻ നാളേക്കായി കരുതി വെച്ചിരിക്കുന്ന ചിലത് അവർക്കും കൂടെ കൊടുക്കാനുള്ള മനസ്സ് എനിക്കുണ്ടാവണം. ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.